ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മൈ വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. അതായത് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടുള്ള കാഴ്ചകളാണ്. അവിടെ നിന്ന് കയറിയ ഞങ്ങളുടെ യു അതായത് ഞങ്ങളുടെ അടുത്ത സ്ഥലമായത് മഹോബ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്ന് ഞങ്ങൾ കയറിയതാണ്. കണ്ടില്ല, എന്തോ റഷാണ്, തിരക്കാണ് ഭയങ്കര. അവിടെ നിന്ന് ഞങ്ങൾക്ക് കയറി അടുത്ത ട്രെയിൻ കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജാൻസിലെത്തണം. അടുത്ത സ്റ്റേഷനിലെത്തി കേട്ടോ. 8:45 അവിടെ നിന്ന് കയറിയെങ്കിലും ഈ സ്റ്റേഷനിൽ എത്തിയത് 11:30. അതായത് വീരങ്കാന ലക്ഷ്മിബായി ജാൻസി, അങ്ങനെയാണ് സ്റ്റേഷൻ്റെ പേര്. ഞങ്ങളവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ആൾക്കാർക്ക് രാത്രി 11:30 കഴിഞ്ഞു, 11:45. അപ്പോൾ എല്ലാവരും ഒക്കെ കുറച്ച് പേരൊക്കെ കണ്ടില്ല, ഉറങ്ങുന്ന കണ്ടില്ലേ, എന്ത് സുഖമായിട്ടാണ് ഉറങ്ങുന്നത്. ഈ സമയത്ത് ഭയങ്കര ചൂടാട്ടോ. മാർച്ച് ഏപ്രിൽ സമയത്ത് ഭയങ്കര സമ്മർ സീസണാണ്, ഭയങ്കര ചൂടിൻ്റെ സമയം. അതായത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി 2 മണിയായി ഞങ്ങൾ കയറി ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്, കണ്ടില്ലേ. പിന്നെ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ വെറുതെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ചിലർ സിനിമ കാണുന്നു, ചിലർ ഫോണിൽ ഗെയിം കളിക്കുന്നു, വീഡിയോ കാണുന്നു. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ തലേ ദിവസത്തെ ക്ഷീണം കാരണം ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേറ്റ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. വാങ്ങിക്കാനുള്ള പ്ലാനിലാണ്. ഉച്ചയ്ക്കത്തെ കൊണ്ടുവന്നത് ഞങ്ങൾ കഴിച്ച് മാറ്റി, പിന്നെ അത് അഴുക്കായി തുടങ്ങിയിരുന്നു. അപ്പം കണ്ടില്ല, 3 താലിയും 1 എഗ്ഗ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. പക്ഷേങ്കിൽ എഗ്ഗ് ബിരിയാണിയേക്കാളും നല്ലതാണ് തോന്നുന്നു. എല്ലാവരും കിടന്നു, ഞാൻ ലാസ്റ്റ് കിടക്കാൻ പോകുന്നു. ഞാൻ താഴെയാണ് കിടക്കുന്നത്, താഴത്തെ ബർത്തിൽ, ലോവർ ബർത്തിൽ. അങ്ങനെ അടുത്ത 3-ാമത്തെ ദിവസം രാവിലെയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാടായി, ഏത് സ്ഥലമാണെന്ന് ഓർക്കുന്നില്ല. അവധീൻ്റെ ആൻറ്റി മാങ്ങയൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. തെമിച്ചി സേലത്തെ മാമ്പഴമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച് പുറത്തുനിന്ന് ദോശയും വടയും സാമ്പാറുമായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഇരിക്കുന്നു. ഒരു കോഫിയൊക്കെ കുടിച്ച് വീണ്ടും എല്ലാവരും ഫോണിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ ഈ ഫോൺ നോക്കുന്നുണ്ട്. പിന്നെ എനിക്കും മടുപ്പായി. ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കുക. എൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു. എൻ്റെയും ആൻറ്റിയുടെ ചാനലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇട്ടേക്കാം. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് അതിനിടയ്ക്ക് ഒരു അമ്മച്ചി വന്നു, ടീഷർട്ടൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഉണ്ടല്ലേ. പിന്നെ അതിനിടയ്ക്ക് ഒരു ആൻറ്റി വന്നു, കീ ചെയിൻ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാനായിട്ട്. ഫ്രീയായിട്ട് ഒരാൾ വന്നു, ഒരു ചേട്ടൻ വന്നു. കമ്മലൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ, കമ്മൽ മാലയൊക്കെ ആയിട്ട്. പിന്നെ വെറുതെ വീണ്ടും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ 2 പേരെ നടക്കാൻ പോയി കേട്ടോ, എഴുന്നേറ്റ് അതിനകത്തോടെ. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഇവരോട് കിടക്കുന്നു. ഞങ്ങൾ ഇവരോട് വീണ്ടും വർത്താനമൊക്കെ പറയാം, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ എവിടുന്ന് കയറി എന്നുവെച്ചാൽ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതല്ലോ. അപ്പോൾ അവർ തമിഴിൽ ഞങ്ങളോട് സംസാരിക്കുകയാണ്. അതാണ് ചിരിക്കുന്നത്. പിന്നെ കോയമ്പത്തൂർ എത്തിയപ്പം ഒരു കൂട്ടുകാരിയുടെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ കാണാനായിട്ട് ഇവിടെ വന്നതാണ് സ്റ്റേഷനിൽ. ജോലി ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ ആ ചേട്ടൻ അവൾക്ക് കേക്ക് കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ ഇനി അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യണ്ട. മാംഗോ ഫ്ലേവറാണ് കേക്ക്.
നല്ല കേക്കായിരുന്നു. ആദ്യം എനിക്ക് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുക. അത് ആൻറ്റിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അവർ ഡൽഹിയിൽ നിന്ന് കയറിയതാണ്. അവരുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കേക്ക് കഴിക്കാൻ കിട്ടില്ലേ. ഇതാണ് കേക്ക്. പിന്നെ വീണ്ടും ഞങ്ങൾ ആ വെളിയിൽ വാതൊക്കെ വന്ന് ഡോറിൻ്റെ അവിടെ വന്നിങ്ങനെ വെറുതെ നിൽക്കുകയായിരുന്നു കേട്ടോ, പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. കോയമ്പത്തൂർ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത്. അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും വന്നു. ഇതാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്, അതായത് ആ ചേട്ടൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണ്. 4 എണ്ണം ഒരു സെറ്റായിട്ടേ കൊടുക്കുകയുള്ളൂ, 4 ബോക്സ്. കണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കൈലി മുണ്ട് ഞാൻ വാങ്ങിച്ചു 3 എണ്ണം. ഇതാണ് കൈത്തറിയുടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ട് പറഞ്ഞില്ലേ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഉച്ചക്കത്തത് പാലക്കാട് നിന്ന് വാങ്ങിക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. പക്ഷെ ബിരിയാണിയാണ് വാങ്ങിച്ചത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ട്രെയിൻ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ മഴയൊക്കെ വന്ന് പുറത്ത്. ഇതേ കണ്ടില്ലേ, ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചെറിയ തണുപ്പൊക്കെ ആയിട്ടും അകത്തും പുറത്തും AC തണുപ്പകത്ത്, മഴ പെയ്ത കാരണം പുറത്ത് തണുപ്പ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ചങ്ങനാശ്ശേരിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 6 ചങ്ങനാശ്ശേരിയിലെത്തി ഇറങ്ങി. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.